ഇവിടെ നിന്നാണല്ലോ ഷോപ്പിങ്ങിന് പോകാനും സിനിമയ്ക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി, സിനിമയ്ക്ക് പോയി, അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് പോയി. പിന്നെ ഇന്നലെ രാത്രി അവർ തിരിച്ചു പോയത്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഓ, അപ്പൊ നിന്റെ കസിൻസിനോടൊക്കെ അവിടെ ഇവിടെ ചുറ്റി കറങ്ങാൻ വേണ്ടിട്ടാണല്ലേ ഇവിടുന്ന് കള്ളത്തരുമ്പോൾ 2 ദിവസം കൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങിപ്പോയത്? 2 ദിവസം പറഞ്ഞാലേ കറക്റ്റ് 2-മൊക്കെ ഇവിടെ എത്തണം. അല്ലാണ്ട് എല്ലാവരും ചുറ്റി കറങ്ങി നാളെ തെണ്ടി തിരിഞ്ഞൊരു 4-മൊക്കോല വരുന്നത്. ഇതെന്താ സത്രമാണോ? നീ തോന്നിയ പോലെ പോയി തോന്നിയ പോലെ കയറി വരാൻ? എന്നമ്മേ ചെരമേന്റെ വീട്ടിൽ തിരിച്ചു വരുന്നേ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മോനെ. അതെങ്ങനെയാ ശരിയാകുക? ഇതൊരു കുടുംബമല്ലേ. ഇവിടെ നമ്മ പുറത്തു പോകുമ്പോഴേ എത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം പോണെങ്കിൽ. എന്ത്? എന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നതിന് ഞാൻ എപ്പോഴാ തിരിച്ചു വരുന്നത് നിന്റെ അടുത്ത് ബോധിപ്പിക്കണോ? ആ, ബോധിപ്പിച്ചിട്ട് വേണം പോണെങ്കിൽ. അനിയത്തിന്റെ വീടല്ല, അമ്മ എവിടെ പോവാണെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് വേണം പോകണം. അല്ലാതെ ഇത് സത്രമൊന്നും അല്ലല്ലോ അമ്മേന്റെ തോന്നിയ സമയത്ത് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. നീ എന്താ അമ്മയോട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? നേരെ സംസാരിക്കേ. പിന്നെ എങ്ങനെ സംസാരിക്കണം? അമ്മ എന്നോട് ഇങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും പറയുന്നത്. 2 ദിവസം എന്റെ വീട്ടിൽ പോയിട്ടൊന്ന് വരാൻ വൈകിയതിന് അമ്മ എന്തൊക്കെയാന്നറിയാ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് പറഞ്ഞൂടെ? ഒരു വീട്ടില് 2 പേർക്ക് 2 നിയമം, അതെങ്ങനെ ശരിയാവും? ഓ, അപ്പൊ അത് വെച്ചിട്ടാണോ നീ എന്നോട് സംസാരിക്കുന്നത്? എന്റെ മോളെ, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നിന്നെ പേടിച്ച് കഴിയേണ്ട ഗതികേടേ ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല ഇവിടെ. അപ്പൊ പിന്നെ അമ്മയെ പേടിച്ച് കഴിയേണ്ട ഗതികേട് എനിക്കും ഇല്ല. ഇപ്പൊ ഞാൻ അമ്മയോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നാണ് അമ്മ തിരിച്ചു വരാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോകണമെന്ന്. അപ്പൊ തന്നെ അമ്മയ്ക്ക് ഇത്രമാത്രം ദേഷ്യം പിടിച്ചില്ലേ? അപ്പൊ അമ്മ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് തന്നെയല്ലേ മാസങ്ങളായിട്ട് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അമ്മയോട് തിരിച്ചു ചെയ്തപ്പോ അമ്മയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് എനിക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ പ്രശ്നമല്ലേ. അമ്മ എന്താണോ ഉണ്ടാക്കുന്നത്, അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം, അമ്മയുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിൽക്കണം. ഒന്ന് പീരിയഡ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് കിച്ചണിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് എപ്പോഴാണോ എനിക്ക് ചായ കൊണ്ട് തരാൻ പറ്റുന്നത് അപ്പൊ ഞാൻ കുടിച്ചോളണം. അതിന് മുമ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഒരു ചിട്ടയുണ്ട്, ആ ചിട്ടയ്ക്ക് അനുസരിച്ച് ഞാൻ മാറണം. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളിലും അമ്മ ഇടപെട്ടിട്ട് അമ്മേന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാല് എനിക്ക് എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അമ്മ? ഇനി ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് അമ്മ പറയും ഞാൻ എന്റെ ചിട്ടയ്ക്ക് അനുസരിച്ച് ഏട്ടനെ മാറ്റിയെടുക്കണം, അത് ഇവിടെ പറ്റില്ല, അമ്മയുടെ രീതിക്ക് അനുസരിച്ച് ജീവിക്കണം. അമ്മേന്റെ രീതികളും ചിട്ടകളും ഒക്കെ അമ്മ ഫോളോ ചെയ്തോ. എന്നെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആകാൻ വേണ്ടിയിട്ട്? അമ്മയ്ക്ക് എന്നെ പോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അമ്മയുടെ രീതിക്ക് അനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാ. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് അമ്മയെ പോലെ തന്നെ ചെയ്യണം, അമ്മ പറയണ പോലെ തന്നെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല.